ഒരാളെ വിശ്വസിക്കാൻ കഴിയുക എന്നത് അയാളിലെ വിശ്വസ്തതയെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നാം അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഹൃദയത്തിൽ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുവാനാവില്ല. ദൈവത്തോടുള്ള സ്നേഹം എന്നതൊരു നിബന്ധനയോ വ്യവസ്ഥയോ അല്ല. ദൈവത്തെ അറിയുന്ന ഒരാളിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒന്നാണത്. ദൈവിക ജീവൻ തീർച്ചയായും നമ്മിലുണ്ട്. ആ വിശ്വസ്തതയെക്കുറിച്ച് വാചാലരായതുകൊണ്ട് മാത്രമായില്ല. ആ ജീവൻ്റെ മൃദുലമായ സ്പർശം സ്വീകരിക്കുവാൻ നമ്മെ തന്നെ തുറന്നിടേണ്ടതുണ്ട്. ദൈവത്തിന് നമ്മോടുള്ള ഹൃദയബന്ധത്തെ വിശ്വസിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ നമ്മോട് തന്നെ ഹൃദയത്തിൻ്റെ ആർദ്രതയിൽ എത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതുകൂടി പരിശോധിക്കണം. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വസ്തതയും പരിപൂർണമായി കൊള്ളണമെന്നില്ല. അങ്ങനെ സ്നേഹിക്കാനും വിശ്വസ്തരാകുവാനും നമ്മൾ പരിശീലിച്ചിട്ടില്ല. കാരണം നമ്മുടെ വേദനകളും ഭാരങ്ങളും കവചങ്ങളായി നിന്നുകൊണ്ട് അത് ദുഷ്കരമാക്കുന്നുണ്ടാവാം. ദൈവസ്പർശമേൽക്കാത്ത ഈ നൊമ്പരങ്ങൾ അവയെ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന ദൈവരൂപങ്ങളും നമുക്ക് നൽകും. കുറ്റപ്പെടുത്താനും ദോഷമേൽക്കാനും ആഗ്രഹിക്കുന്ന മനസ്സിനായി അത് നൽകുന്ന ദൈവസ്വഭാവം നിർമ്മിക്കപ്പെടും. അതുകൊണ്ടാണ് സ്നേഹത്തോടും വിശ്വസ്തയോടുമൊപ്പം ഒരുക്കം ആവശ്യമായിരിക്കുന്നത്. ഈ ഒരുക്കവും വ്യവസ്ഥയായല്ല, തുറവിയായാണ് പരിശീലിക്കേണ്ടത്. നമ്മുടെ വളർച്ചയും അതിലെ ജീവൻ്റെ അനുഭവങ്ങളും അതിനോടൊപ്പം നന്മയായ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പ് നൽകുന്ന ജീവനും സ്വാതന്ത്ര്യവും നമ്മിൽ സ്വന്തമാക്കി തീർക്കുന്ന ദൈവബന്ധമാണ് യഥാർത്ഥ വിശ്വാസം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ പുൽകുന്ന ആ ദൈവാനുഭവത്തിൻ്റെ വാതിൽ ഒരുക്കമെന്ന തുറവിയാണ്. അനന്തമായ നന്മയും വിശ്വസ്തതയും, ഇതാണ് ഞാൻ എന്ന നഗ്നഭാവം, അവിടെ ദൈവം കാണുന്നതും അറിയുന്നതുമായ എന്നിലെ സത്യം, അവിടെ ഒഴിക്കപ്പെടുന്ന കരുണ, തരളിതമായ ആത്മഭാവത്തിൽ നട്ടെടുക്കപ്പെടുന്ന നന്മ, അതിലേക്ക് വേണ്ട കരുത്ത്, അതേ വിശ്വസ്തതയിൽ തേടുന്ന പുതുഹൃദയം, ഇവയെ ഒരുമിച്ച് വേണം ഒരുക്കമെന്നും ദൈവഭയമെന്നും വിളിക്കാൻ. ഭീതിപ്പെടുത്തുന്ന വിറയലല്ല ദൈവഭയം, പുളകമണിയിക്കുന്ന ജീവസ്പന്ദനമാണത്.